السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال أبو النشناس എന്ന ഒരു ഉമവി ഷായർ പറയുന്നു, മുതല് ഉണ്ടായാൽ ജീവിക്കാൻ സന്തോഷമായിരിക്കും. മുതലില്ല, സമ്പത്തില്ല എങ്കിൽ അപ്പൊ സമ്പത്തും പിന്നെ അഭിവൃദ്ധിയൊന്നും ഇല്ലെങ്കിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ഷായറിന്റെ ശൈലിയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു, ഇദൽ മർഉ ലം യസ്റഹ് സവാമൻ വലം യുരിഹ് സവാമൻ വലം തഅതിഫ് അലൈഹി അഖാരിബു فللموت خير للفتى من قعوده عديما ومن مولى تدب أقارب ليكسب مجدا أو ليدريك مغنما جزيلا وهذا الدهر جم عجائب وسائلة بالغيب عني وسائلي ومن يسأل السعلوك أين مذاهب فلم أر مثل الفطر لاجعه الفتى ولا كسواد الليل أخفاق طالب فعش معدما أو مت كريما فإنني أرى الموت لا ينجو من الموت هارب ولو كان حي ناجيا من منيتي لكان أثيرا حين جدت ركائب إذا المرء لم يسرح. أصله إذا لم يسرح المرء. إذا لم يسرح المرء. إذا അവിടെ ഷർത്തിയാണ്. അതിന്റെ ജവാബ് രണ്ടാമത്തെ ബൈത്തിൽ ഫലൽ മൗത്തു എന്നതാണ്. ചില നുസ്ഖയിലൊക്കെ രണ്ടാമത്തെ ഫലൽ മൗത്തു എന്ന ബൈത്ത് കാണുന്നില്ല. പക്ഷെ അപ്പോ ഷർത്തിന്റെ ജവാബും എന്താവില്ല, കാണാൻ പറ്റില്ല. അപ്പോ ഉള്ള നുസ്ഖ അനുസരിച്ച് ആണ് വിശദീകരിക്കുന്നത്. ശർഹ് തിബ്രീസിയിൽ ആ ബൈത്ത് കാണുന്നതാണ്. ഏതായിരുന്നാലും ഇദൽ മർഉ ലം യസ്റഹ് സവാമൻ. ലം യസ്റഹ് എന്ന് പറഞ്ഞാൽ സറഹ യസ്റഹു മിൻ ബാബി ഫതഹ യഫ്തഹു. സറഹൽ ഇബ്ലു എന്ന് പറഞ്ഞാൽ ഇദാ അഖ്റജഹ ഇലൽ മർഅ ബിൽ ഗദാത്. രാവിലെ ഒട്ടകത്തെ പുറപ്പെടുന്നതിനേക്കാണ് എന്ത് പറയാ, സറഹ എന്ന് പറയാം. തൊട്ടടുത്ത് പറയുന്നു വലം യുരിഹ് അറാഹ യുരീഹു. അറാഹൽ ഇബ്ല എന്ന് പറഞ്ഞാൽ ഇദാ റദ്ദഹ ബിർ റവാഹി മിനൽ മർഅ ഇലൽ ബൈത്തി. ഒട്ടകത്തെ മേയിച്ച് വയറൊക്കെ നിറച്ച് സന്തോഷവാനായിട്ട് രാത്രി എന്ന് വെച്ചാല് പകലിന്റെ അവസാനത്തിൽ വീട്ടിലേക്ക് പോകുന്നതാണ് അറാഹ. നേരത്തെ പറഞ്ഞത് സറഹ എന്ന് പറഞ്ഞാൽ രാവിലെ ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടി പോവാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അന്നൊക്കെ ഇപ്പൊ ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയ വിലപിടിപ്പുള്ള വാഹനത്തിന്റെ സ്ഥാനത്താണല്ലോ. അപ്പൊ ഒട്ടകത്തെ രാവിലെ കൊണ്ടുപോവുക, വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മുതല് ഉണ്ടായാൽ എന്നാണ്. ആൾക്ക് സമ്പത്തുണ്ടായി. സമ്പത്ത് വെറുതെ ഉണ്ടാകില്ല, ഒരു നല്ല റാഹത്തായിട്ടുണ്ടാവും, സന്തോഷത്തോടെ ഉണ്ടാവും. സമ്പത്തൊക്കെ പലർക്കും ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, അതുകൊണ്ട് സന്തോഷങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല റാഹത്തിൽ സന്തോഷമായിട്ട് രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു. അതൊരു നല്ലൊരു പ്രയോഗമാണ്. പക്ഷികളെ പറ്റി പറഞ്ഞു കൊടുത്ത് പറയേണ്ടതില്ല. രാവിലെ അവരെന്ത് ചെയ്യും, വയറ് ചുരുട്ടിയിട്ട് പോകുന്നു, വയറ് നിറഞ്ഞിട്ട് മടങ്ങി വരുന്നു. ആ ഒരു പ്രയോഗം പോലെ ഒട്ടകത്തെ രാവിലെ കൊണ്ടുപോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. അപ്പൊ അവന്റെ ഇഷ്ടാനുസരണം അവനിക്ക് മുതലുണ്ടായി. അവന്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാതെ പ്രകടിപ്പിക്കാതെ തന്നെ ഇഷ്ടാനുസരണം അവനിക്ക് മുതല് ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതാണ് ഇദാ ലം യസ്റഹ്.
വലക്കും ഫിഹ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. സൂറത്തുൻ നഹ്ൽ 6-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അവിടെയും തസ്റഹൂൻ തുരീഹൂൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖുർആനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് യഥേഷ്ടം മുതലില്ല എങ്കിൽ സവാം എന്ന് പറഞ്ഞാൽ എന്താ? സവാം ഇസ്മു ജം ആണല്ലോ. സായിമത്തിന്റെ റായിയത്ത് മേഞ്ഞു തിന്നുന്ന ഒട്ടകത്തിന്റെ ഇസ്മു ജം ആണെന്ത്? സവാം. അപ്പൊ സവാം എന്ന് പറഞ്ഞത് ഒട്ടകത്തെ ഒരു ജിൻസിന്റെ ഇസ്മു. ഒട്ടകങ്ങളെ രാവിലെ കൊണ്ടുപോയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോയും ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ മുതലില്ലെങ്കിൽ, മാത്രമല്ല വലം തഅതിഫ് അലൈഹി അഖാരിബു, അവന്റെ മേലില് അവന് അയൽവക്കക്കാരുടെ അഖാരിബ് കുടുംബക്കാർ, അടുത്ത കുടുംബക്കാരുടെ സ്നേഹവും ലാളന പരിഗണന അവന് കിട്ടുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ്. മുതലും വേണം, അതോടൊപ്പം ഒറ്റപ്പെടാൻ പാടില്ല. അതാ നേരത്തെ പറഞ്ഞ് സന്തോഷവാനായിരിക്കണം. അത്യാവശ്യത്തിന് മുതലുണ്ട്, ഒറ്റപ്പെട്ടവനല്ല, സന്തുഷ്ടനാണ്, കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥ വേണം. അതില്ല എങ്കിൽ ഫലൽ മൗത്തു, അതാണ് ജവാബ്. ഷർത്തിയായ ഇതിന്റെ ജവാബാണ് ഫലൽ മൗത്തു. അപ്പൊ അവന് മരണമാണ് ഖൈറുൻ ഖൈറ് ലിൽ ഫത്താ, യുവാവിനിക്ക് അവിടെ നല്ലത് ഖൈറ് മരണമാണ്. എന്തിനേക്കാൾ? മിൻ ഖുഊദിഹി, ജോലിക്കൊന്നും പോവാതെ മുതലൊന്നുമില്ലാതെ ഇരിക്കുന്നതിനേക്കാൾ. അദീമൻ, അദീമായിട്ട് ഒന്നുമില്ലാത്തവനായിട്ട്. മുഫ്ലിസ്, അദീം മഅനഹു അൽ മുഫ്ലിസ്. അവിടുത്തെ ഫാ ഷർത്തിൽ കൊടുത്ത ഫാ, ഇതിന്റെ ഷർത്തിൽ വന്ന ജസാഇയായ ഫാ ആണ് ഫലൽ മൗത്തു. ല എന്നുള്ളത് ഇബ്തിദാഇന്റെ ലാം. ഫലൽ മൗത്തു ഖൈറുൻ, മരണമാണ് അവന് ഖൈറ്, മരണം അവന് ഖൈറാണ്. ലിൽ ഫത്ത മിൻ ഖുഊദിഹി അദീമൻ, മുഫ്ലിസായിട്ട് ഇരിക്കുന്നതിനേക്കാൾ. അദീമൻ എന്നുള്ളത് ഹാലായിട്ട്, ഫഖറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നുമില്ലാത്തവൻ എന്നർത്ഥം. അതേപോലെ തന്നെ വമിൻ മൗലൻ തദിബ്ബു അഖാരിബുഹു, ഖുഊദിനേക്കാളും ഖൈർ മരണമാണ്. അതേപോലെ വമിൻ മൗലൻ തദിബ്ബു അഖാരിബുഹു, അഖാരിബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖറബിന്റെ ജംഅ് അഖാരിബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നമായിം, ഏഷണിക്കാർ. റബീബുൽ അഖാരിബ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിനെ തൊട്ട് കിനായത്താണ്. ഇവിടെ തദിബ്ബു അഖാരിബു എന്ന് പറഞ്ഞല്ലോ. അപ്പോ അഖാരിബ് ദബ്ബ എന്ന് പറഞ്ഞാൽ എന്താ? ദബ്ബൻ നംലു എന്നൊക്കെ പറഞ്ഞാൽ മശ അല ആദത്തിഹി, അതിന്റെ ആദത്തനുസരിച്ച് അങ്ങനെ നടക്കുക, സാധാരണ നടക്കുക. അപ്പോ ഈ ഏഷണിക്കാരുടെ പതിവെന്താ? ഏഷണി പറയാൻ പറയാം. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടിൽ നിന്നും ഉണ്ടാവുന്ന മനപ്രയാസം, അതിനേക്കാളും തനിക്ക് നല്ലത് മരണമാണ്. കാശൊന്നുമില്ലാച്ചെങ്കിൽ ഇവനെന്ത് ചെയ്യും? പല ഭാഗത്തുനിന്നും പ്രശ്നങ്ങളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും. നേരെ മറിച്ച് ക്യാഷ് ഉണ്ടായാലോ ഒരു കുഴപ്പമുണ്ടാവും. ക്യാഷ് ഇല്ലെങ്കിൽ ആരോപണങ്ങളും കുത്തുവാക്കുകളും, അവനത് തന്നീല ഇത് തന്നീല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് മരിക്കലാണ്. അതേപോലെ തന്നെ ക്യാഷില്ല എങ്കിൽ അവനെ മറ്റുള്ള ആളുകൾ സംരക്ഷിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അവര് എടുത്തു പറയും, ഗുണങ്ങള് ഇവർ കൊടുത്തതൊക്കെ ഇങ്ങനെ എടുത്തു പറയും. അതും തനിക്കൊരു മനപ്രയാസമാവും. അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാണ് അതിനേക്കാളൊക്കെ ഖൈറ് മരിക്കലാണ്. എന്നിട്ട് ഷായർ സ്വന്തം മനസ്സിൽ പറയണത് വനാഈബത്തിൽ അർജാഇ ത്വാമീസത്തി സുവാ ഖദത് ബി അബിൻ നശ്നാശി ഫീഹാ റകാഇബുഹു. നാഈബത്ത് നഅ യൻഅ ഫതഹ യഫ്തഹു ബാബ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട വാക്കാണ് നഅ ഫുലാനും എന്ന് പറഞ്ഞാൽ ബഉദ. അർജാ എന്ന് പറഞ്ഞാൽ അത്റാഫ്, നാഹിയത്ത്, നവാഹി. തറഫ്, അത്റാഫ്, നാഹിയത്ത്, നവാഹി ഒക്കെയാണ് എന്ത് അർജാ. സുവത്തിന്റെ ജംആണ് സുവ. സുവ എന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ അടയാളം എഴുതി വെക്കുന്ന കല്ലുകൾ.
താമിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുന്തരിസ്, തമസ യത്മിസു, താമിസ്. പിന്നെ തേഞ്ഞു മാഞ്ഞു പോവുക. ഇതാ തഗയ്യറത്ത് സൂറത്തുഹു എന്നൊക്കെയാണ്. ദറസ വമഹ എന്നൊക്കെ. സാധാരണ താമിസ് എന്ന് പറഞ്ഞാൽ തേഞ്ഞു മാഞ്ഞു പോവാന്നുള്ളതാണ്. അപ്പൊ ഈ സ്ഥലങ്ങളിലും റോഡുകളിലൊക്കെ കാണുന്ന അടയാളത്തിന് വേണ്ടി വെക്കപ്പെടുന്ന കല്ലുകൾ, അതാണ് സുവ. താമീസത്തുൽ സുവ, അതിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി ഒരുപാട് പഴക്കം ചെന്നതാണ് എന്ന് അറിയിക്കുക. ഖദത് എന്ന് പറഞ്ഞാൽ അസ്റഅത്, സറത് എന്നൊക്കെ. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു മഫാസത്ത് എന്ന വാക്ക് കളയപ്പെടുന്നുണ്ട്. വാവ് റുബ്ബാനമാരാക്കുക. അപ്പൊ നാഹിയത്തുൽ അർജാ എന്ന് പറഞ്ഞാൽ എന്താ? ബഈദത്തുൽ അത്റാഫ്. റുബ്ബ മഫാസത്തിൻ ബഈദത്തിൽ അത്റാഫി. ഭാഗങ്ങള്, സ്ഥലത്തിന്റെ 4 ഭാഗങ്ങളൊക്കെ വിദൂരമായ, എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്താൻ വലിയ പ്രയാസമാണ്, വലിയ ദൂരമുണ്ട്. അങ്ങനത്തെ എത്രയെത്ര മരുഭൂമികളാണ് അബുന്നശ്നാസിനെയും കൊണ്ട് സഞ്ചരിച്ചത് എന്നാണ് ഒരു പ്രയോഗമാണ്. ഫീഹാർ അക്കായിബു, അതിൽ യാത്രക്കാരുണ്ട് എന്നുവെച്ചാൽ വലിയ വിദൂരമായിരിക്കുന്ന മരുഭൂമി, കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ ഈ അബുന്നശ്നാസ് എന്ന് പറഞ്ഞ ഷാഇർ എത്രയാണ് സഞ്ചരിച്ചത്. വെറുതെ കെസ്ലാനായി വീട്ടിലിരിക്കല്ല ചെയ്തത് എന്ന് പറയാം. അതിനാണ് ഇത്രയും വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. നായത്തുൽ അർജാ, ബഈദത്തുൽ അത്റാഫ്, അതേപോലെ തന്നെ അങ്ങനത്തെ സ്ഥലത്ത് അടയാളപ്പെടുത്തിയ പിന്നെ കല്ലുകള്, ഇതൊക്കെ പ്രയോഗിക്കാനുള്ള കാരണം ഇതാണ്. അപ്പോ അങ്ങനത്തെ സ്ഥലത്തിലൂടെ അബുന്നാസിനെയും കൊണ്ട് സഞ്ചരിച്ചു. അങ്ങനത്തെ വിദൂരമായ സ്ഥലത്ത് സമ്പാദിക്കാൻ വേണ്ടി അബുന്നശ്നാസ് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അടുത്ത ബേത്തിൽ പറയുന്നു, ലിയക്സിബ മജ്ദൻ. അങ്ങനെ വിദൂരമായിരിക്കുന്ന ദിക്കിലൂടെ യാത്ര ചെയ്തത്, യാത്രക്കാര് അബുന്നശ്നാസിനെ കൊണ്ടുപോയത്, അതല്ലെങ്കിൽ അബുന്നശ്നാസ് സഞ്ചരിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? ലിയക്സിബ മജ്ദൻ, മജ്ദ് സമ്പാദിക്കാൻ വേണ്ടി. മജ്ദ് സമ്പാദിക്കാൻ എന്താ? മഹത്വം വരപ്പോഴാണ്, കാശ് ഉണ്ടാവുമ്പോഴാണ്. ശേഷം പറയുന്നുണ്ട്, കരീം എന്ന വാക്ക് ഗനീന് ഉപയോഗിക്കുന്നുണ്ട്. കരീം മാന്യനാവുന്നതും ക്യാഷ് ഉണ്ടാവുമ്പോഴാണ് എന്ന ഷായറിന്റെ വാദം ഇവിടെ അദ്ദേഹം തെളിയിക്കുക. അപ്പൊ ഇങ്ങനെ വലിയ സഈ കൊണ്ട് എന്തുണ്ടാക്കാൻ വേണ്ടി? മജ്ദ്, ഇസ്സത്തും അതേപോലെ തന്നെ മഹത്വവും മജ്ദും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഔലി യുദ്രിക മഗ്നമൻ, അല്ലെങ്കിൽ മഗ്നമ്, ഗനീമത്ത് എന്നുവെച്ചാല് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി. എപ്പോഴ്? ഇങ്ങനെ യാത്ര പോകുമ്പോൾ. ഇങ്ങനെയൊക്കെ വിദൂര ദിക്കുകളിൽ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടി? സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി. ജസീലൻ എന്ന് പറഞ്ഞാൽ മഹത്തരമായിരിക്കുന്ന. ജസീല് മഹത്തരം എന്ന അർത്ഥമാണെങ്കിലും വലിയ സമ്പത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്കിറയാക്കിയല്ല, മഗ്നമൻ എന്നൊക്കെ. അപ്പൊ വലിയ സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹം അതിന് പറയാം, വഹാദ് ദഹ്റു ജമ്മ അജായിബുഹു. ഈ കാലം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ്. എന്നുവെച്ചാൽ സമ്പത്തില്ലാതെ ഒരിക്കലും തന്നെ ജീവിക്കാൻ കഴിയില്ല എന്ന് അന്ന് ഉമവിയ കാലഘട്ടത്തിൽ അദ്ദേഹം പറയാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ കാലഘട്ടമാണ്. സമ്പത്തില്ലാതെ ഒരിക്കലും തന്നെ ആൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യന് സഞ്ചരിക്കണമെങ്കിൽ തികച്ചും മുതൽ അത്യാവശ്യമാണ്, സമ്പത്ത് അത്യാവശ്യമാണ്. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ അതിന് കഴിയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വസായിലത്തിൻ ബിൽ ഗൈബി അന്നി വസായിലി. വാവ് റുബ്ബനമാന, എത്രയെത്ര ചോദിക്കുന്ന സ്ത്രീകളാണ്. വസായിലത്തിൻ ബിൽ ഗൈബി, അഭാവത്തിൽ. ബിൽ ഗൈബി,
അഭാവത്തിൽ എത്രയെത്ര സ്ത്രീകൾ ചോദിക്കുന്നു, അന്നി എന്നെക്കുറിച്ച്. വസായിലി എത്രയെത്ര ആണുങ്ങളും ചോദിക്കുന്നു. വസായിൽ എന്നുള്ള സായിരത്തുമുക്കാത്ത. അപ്പൊ എത്രയെത്ര സ്ത്രീകളും ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്, സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്നെക്കുറിച്ച് അഭാവത്തിൽ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ എന്റെ പിന്നെ ഗാംഭീര്യവും ആ ശിദ്ധത്തും ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ട് ചോദിക്കാൻ പ്രയാസമായതുകൊണ്ട് എന്നെക്കുറിച്ച് എത്രയെത്ര ആളുകളാണ് എന്റെ അഭാവത്തിൽ, എന്റെ ഗൈബത്തിൽ എന്നെക്കുറിച്ച് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു മുഅ്തരിലായ ജുംല പറയാം. വമൻ യസ്അലു സുഅലൂക ഐന മദാഹിബുഹു, ആരാണ് ഫഖീറിനോട് ചോദിക്കുക ഐന മദാഹിബുഹു, അവന്റെ വഴി എവിടെയാണെന്ന്, അവന്റെ താമസ സ്ഥലവും അവന്റെ സങ്കേതവും അവന്റെ വഴിയുമൊക്കെ എവിടെയാണെന്ന് ആരെങ്കിലും ഫഖീറിനോട് ചോദിക്കുവോ? കാരണം എന്തുകൊണ്ട്? ഫഖീറിന് അറിയില്ലല്ലോ അവന്റെ സ്ഥലം. അവന് നിശ്ചിത സ്ഥലമില്ല, അവൻ ഫഖീറാണ്. അവന് ഇന്ന് ഉറങ്ങിയ സ്ഥലത്താവൂല ചിലപ്പോൾ നാളെ ഉറങ്ങുന്നത്. അതുകൊണ്ട് എവിടെയാണ് നിന്റെ സ്ഥലം, നിന്റെ സങ്കേതം എവിടെയാണ്, നീ സഞ്ചരിക്കുന്ന പാത ഏതാണ് എന്നൊക്കെ ഫഖീറിനോട് ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ആരെങ്കിലും ചോദിക്കോ? ഇൻകാറാണ് ഇസ്തിഫാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഖർ പോലെയും രാത്രിയിലെ ഇരുട്ട് പോലെയും മദ്മൂമായിട്ട് മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല. എന്തില്? ആവശ്യ നിർവഹണത്തിൽ. ആവശ്യം പൂർത്തീകരിക്കാൻ തടസ്സമാകുന്ന രണ്ട് കാര്യം, ഒന്ന് കുരാകൂരിരുട്ട്, എവിടെയും പോകാൻ പറ്റും. മറ്റൊന്ന് ഫഖർ, അത് ചില്ലറ ഫഖറൊന്നല്ല, ലാസിമായ ഫഖർ. അതാണ് ലാജഅഹുൽ ഫത്ത. യുവാവിനെ അപ്പൊ ഷായർ പറയാണ്, ഫലം അറ മിത്ലൽ ഫഖരി, ഞാൻ കാണുന്നില്ല. അപ്പോ ഞാൻ കാണുന്നില്ല മിത്ലൽ ഫഖരി മിത്ല ഹമ്മിൽ ഫഖരി. ഫഖർ ഉണ്ടായാൽ മനപ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഫഖർ ഉണ്ടായിട്ടുള്ള മനപ്രയാസത്തെ പോലെ ഞാൻ മറ്റൊന്നിനെ കാണുന്നില്ല മദ്മൂമായിട്ട് എന്നാണ്. ഇവിടെ മിത്ലൽ ഫഖർ എന്നുള്ളത് ഒന്നാമത്തെ മഫ്ഊലാണ്. അറന്റെ മദ്മൂമൻ എന്ന രണ്ടാം മഫ്ഊലൂടെ കളയപ്പെട്ടിട്ട് ഫഖർ പോലെ, പിന്നെ ഫഖറിന്റെ ഹമ്മ് പോലെ ഉള്ള അവസ്ഥയെ ഞാൻ കാണുന്നില്ല മദ്മൂമായിട്ട്. എങ്ങനത്തെ ലാജഅഹുൽ ഫത്ത, ഫതക്ക് ലാസിമായ. ലാജ എന്ന് പറഞ്ഞാൽ പിന്നെ ലാസിമായിരുന്ന മുലാസിമത്താണ് ഉദ്ദേശിക്കുന്നത്. ലാജഅഉൽ ഹമ്മു എന്ന് പറയും. ഹമ്മ് അവനെ കൂടപ്പിറപ്പാണ്, മുലാസമത്താണ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഫഖർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫഖർ വരിക എന്നല്ല, നിരന്തരം അവന് ഫഖറിന്റെ ഒരവസ്ഥ ലാസിമായിട്ട് എപ്പോഴും ഉണ്ടായാൽ അത് വലിയ പ്രയാസമാവും. അപ്പൊ അതിനെ, ആ അവസ്ഥയെ മദ്മൂമായിട്ട് വേറൊന്നിനെ ഞാൻ കാണുന്നില്ല. അതേപോലെ വലാക്ക സവാദില്ലേനി, രാത്രിയുടെ കൂരിരുട്ട്, ഒന്നിനും പറ്റാത്തൊരവസ്ഥ, ഒരു സാങ്കല്പിക വിഷയമാണ്. കാരണം വെളിച്ചൊന്നും കിട്ടാത്ത ഒരു അവസ്ഥ വന്നു, കൂരിരുട്ടാണ്, എവിടെയും പോകാൻ പറ്റൂല, ഒരു ആവശ്യങ്ങളും നേടാനോ അവന്റെ ജീവിതം തന്നെ എന്തെയും ആകെ അവതാളത്തിലാ പോകുന്ന ഒരവസ്ഥ, അത് വലിയ മദ്മൂമാണ്. എന്തിൽ അഖ്ഫഖ താലിബുഹു, അഖ്ഫഖ എന്ന് പറഞ്ഞാൽ എന്താ? അഖ്ഫഖ, ഇഖ്ഫാഖ്. അഖ്ഫഖ റജുലു പറഞ്ഞാൽ തലബ ഹാജത്തൻ, ആവശ്യം തേടാണ്. ഇവിടെ ശരിക്ക് ഷെയ്ഇനെ മറ്റൊരു ഷെയ്യിലേക്ക് തന്നെ ഇളാഫത്താണ്. ഒരു വസ്തുവിനെ ആ വസ്തുവിലേക്ക് തന്നെ ഇളാഫത്ത് ചെയ്യും പോലെ തന്നെ മഅനയിൽ ആവശ്യ നിർവഹണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഖ്ഫഖ യുഖ്ഫിഖു ഇഖ്ഫാഖ് എന്ന് പറഞ്ഞാൽ തലബ ഹാജത്തൻ, ആവശ്യം തേടാണ്. അപ്പോ ആവശ്യം പൂർത്തീകരിക്കുക, ആവശ്യം തേടുക എന്ന വിഷയത്തിൽ ഈ രണ്ട് വസ്തുക്കളും വലിയ മദ്മൂമാണ്. മറ്റൊരു വസ്തുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫഖർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസാണ്, നാശായിരിക്കും, നഷ്ടായിരിക്കും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്രകൾ ഇങ്ങനെ
വലിയ വലിയ യാത്രകൾ, പിന്നെ അടയാളം എഴുതി വെച്ച കല്ലുകളൊക്കെ നോക്കി വലിയ യാത്രകൾ ഞാനിങ്ങനെ വിദൂര ദിക്കിലേക്ക് നടത്തുന്നത്. എന്നിട്ട് ഇതുവരെ വിഷയം പറഞ്ഞ കാര്യത്തെ രണ്ട് കാര്യമൊക്കെ പറഞ്ഞത്. ഒന്ന്, ഒന്നുമില്ലാത്തവനായി ജീവിക്കുക. വേറെ ഗത്യന്തരൊന്നും ഇല്ലാച്ചെങ്കിൽ എന്താ ചെയ്യാ? ഫഇഷ്മുഅദിമൻ, ഇല്ലാത്തവനായിട്ട് നീ ജീവിച്ചോ. ആദ്യം അദ്ദേഹം ഇതിന്റെ സന്തോഷത്തിന്റെ ഘട്ടം പറഞ്ഞു. ഫഖർ നല്ലതല്ല, ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റൂല, എത്രയോ ഫക്കീർമാർ ജീവിക്കുന്നുണ്ടല്ലോ. ഫഇഷ്മുഅദിമ, ഇല്ലാത്തവനായിട്ട് നീ അങ്ങോട്ട് ജീവിച്ചോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തില് മുതലൊക്കെ സമ്പാദിച്ച് കരീമായിട്ട് നീ മരിച്ചോ. ഔ മുത് കരീമ, കരീമായിട്ട് മരിക്കാറ കരീമോട് ഉദ്ദേശിക്കുന്നത് ഗനിയായിട്ട് നീ മരിച്ചോ, കരീമൻ. അപ്പൊ നീ ജീവിച്ചോ ഒന്നുമില്ലാത്തവനായിട്ട്. മുഅദിമൻ എന്ന് പറഞ്ഞ മുഫ്ലിസൻ, അഅദമർ റജുലു ഇദാ അഫ്ലസ, മുഫ്ലിസായിട്ട് ജീവിക്കുക. മുഅദിം അൽ മുഫ്ലിസ്. ഔ മുത് കരീമൻ, അല്ലെങ്കിൽ നല്ല റാഹത്തായിട്ട് കരീമായിട്ട് നീ മരിച്ചോ. കരീമോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗനിയ. മുമ്പ് പറഞ്ഞ വിഷയങ്ങളും ഒക്കെ അങ്ങനെയാണ് അർത്ഥാക്കുന്നത്. കരീം, മാന്യനാവുക, പൈസ ഉണ്ടായാലൊക്കെ ആയി എന്നുള്ള ഒരു സന്ദേശം, ഒരർത്ഥാണ് അദ്ദേഹം വെക്കുന്നത്. അതുകൊണ്ടാണ് കരീമൻ, ഗനിയായിട്ട് നീ മരിച്ചോ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഒന്നിരിക്കല് എന്തുണ്ടാവും? ഫക്റാവും, ജോലിക്കൊന്നും പോവാതെ ഫക്റിലായിട്ട് അങ്ങനെ വീട്ടില് ഇരിക്കും. അതല്ലെങ്കിൽ നാട് ചുറ്റും സമ്പാദിക്കും. ഈ രണ്ടവസ്ഥ എങ്ങനെ വന്നാലും മരിക്കാതെ നിർവാഹമില്ല. ഫഇന്നനി അറൽ മൗത ലാ യൻജു മിനൽ മൗതി ഹാരിബുഹു, മരണത്തെ ഞാൻ കാണുന്നു, അതിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. ഒരു ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ആൾക്കും രക്ഷപ്പെടാൻ മരണത്തിൽ നിന്ന് കഴിയില്ല എന്ന് ഞാൻ കാണുന്നു. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തത്തെ പറയാണ്, ഞാൻ രക്ഷപ്പെടുമായിരുന്നു, രക്ഷപ്പെടേണ്ടതാണ്, പക്ഷെ ഞാനും രക്ഷപ്പെടൂല എന്നെനിക്ക് ഉറപ്പാണ്. വലൗകാന ഹയ്യുൻ നാജിയൻ മിൻ മനിയ്യത്തിൻ, ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്ന ആള് നാജിയാവുകയാണെങ്കിൽ, രക്ഷപ്പെടുകയാണെങ്കിൽ, മിൻ മനിയ്യത്തിൻ, മരണത്തിൽ നിന്ന്. മനിയ്യത്ത്, മരണം. അൽഫാറുൽ മനിയ്യത്തി, നരകത്തിന്റെ മരണത്തിന്റെ നഖങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ മനിയ്യത്ത്, മരണം. മരണത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ ലകാന അതീറൻ ഹീന ജദ്ദത്ത് റകാഇബുഹു, ആ കാനയിലുള്ള ദമീർ അബുന്നസ്നാസിലേക്ക്, അബുന്നസ്നാസ് ആവുന്ന ഞാന് എന്നർത്ഥം. അവൻ എന്ന് പറഞ്ഞാൽ അബുന്നസ്നാസ് ആവുമായിരുന്നു. അസീറൻ, അസീർ എന്ന് പറഞ്ഞാൽ ഔല, ബിമാനൽ ഔല, അസീർ അല്ലെങ്കിൽ മുഫദ്ദൽ, മറ്റുള്ള ആളെക്കാള് ശ്രേഷ്ഠമാക്കപ്പെട്ട ആള്, അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ആള്. മരിക്കാതെ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ ഞാൻ പെടേണ്ടതായിരുന്നു, ഞാൻ പെടുമായിരുന്നു. പക്ഷെ ഞാനും പെടൂല എന്ന് എനിക്ക് ഇപ്പൊ തന്നെ ഉറപ്പാണ്, അഭിപ്രായപ്പെടുന്നു. ലക്കാന അതീറൻ ഹീന ജദ്ദത്ത് റകാഇബുഹു, ജദ്ദീന ജദ്ദത്ത് റകാഇബ്, റകൂബത്തിന്റെ ജംഅ് റകാഇബ്, യാത്രക്കാർ. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ അസ്റഅത്, സഅത്, സഈന്, സഅത്. അപ്പോ യാത്രക്കാര് ഇദ്ദേഹവുമായിട്ട് വളരെ സ്പീഡിൽ, ഇദ്ദേഹം ഇങ്ങനെ ലോകം ചുറ്റുകയാണല്ലോ, ആ സമയത്ത് അത് അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുക. ഇപ്പോൾ എന്നർത്ഥമാണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്നർത്ഥം. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് യാത്രക്കാര് ഞാനുമായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ യാത്ര നടത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്നാണ് അർത്ഥാക്കുന്നത്. എന്നുവെച്ചാൽ ഒരു സമയത്തും എന്നർത്ഥം. ഒരു നിലക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവേണ്ടതാണ്. ഞാനും ആ ലിസ്റ്റിലില്ല, ഞാനും മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ വിശദീകരണങ്ങൾ നൽകിയിട്ട് അവസാനം അദ്ദേഹം മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരു സന്ദേശത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.